ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ പേര് ഗ്രേസ് ഡിസൈൻസ് എന്നാണേ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമുക്കൊരു പൂക്കൊട്ട ഉണ്ടാക്കിയാലോ. നമ്മുടെ സോക്കേഴ്സിലും ടേബിളിലും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൊട്ടയാണ് നമ്മൾ ഉണ്ടാക്കണേ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 പേഴ്സ് മാറ്റാണ്. പിന്നെ വേണ്ടത് ഒരു കമ്പിളി നൂലാണ്, ഒരു സൂചിയും വേണം, ഒരു നൂലും വേണേ. നമുക്ക് ഈ പേഴ്സ് മാറ്റ് നമുക്ക് നമ്മുടെ ഫാൻസി സ്റ്റോഴ്സിലും അതേപോലെ ബട്ടൺ ഹൗസുകളിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് സ്ക്വയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് കളവ് എണ്ണി എടുത്താൽ മതി കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് 20 കളവാണ്. 20 കളം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തിരിച്ചിങ്ങോട്ടും ഇപ്പുറത്തോട്ടും കറക്റ്റ് 20 കളം എണ്ണി 21ാമത്തെ കളത്തിൽ വേണം ഇത് കട്ട് ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് 20 കളം അതിൻ്റെ ഉള്ളിൽ കിട്ടുള്ളൂ. കറക്റ്റ് നമുക്ക് സ്ക്വയറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ 11 പീസാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൂക്കൊട്ടയ്ക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ നീളത്തിലൊരു പീസ് എടുക്കണം. അതിന് നമുക്ക് 20 കളമുള്ള ഒരു പീസ് അത് നീളത്തിൽ അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത് വേണ്ട നമ്മുടെ പൂക്കൊട്ടയ്ക്ക് ഒരു പിടിയാണ് കേട്ടോ. അതൊരു 5 കളം എണ്ണിയിട്ട് നമുക്ക് 5 കളം വെച്ചിട്ട് വെട്ടിയെടുക്കാം. നമുക്കിനി ഈ കമ്പിളി നൂലിൽ ഈ സൂചി നൂലും ഒന്ന് കോർക്കാം കേട്ടോ. നമുക്ക് അതിൻ്റെ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കുത്തി വലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ കട്ടിയായിട്ട് വരും. പിന്നെ അതിൻ്റെ ആ ഹോളിൽ കൂടെ നമുക്ക് കടക്കാതെ വരും. അപ്പം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഒരു നൂല് രണ്ടാക്കി ലോക്ക് ചെയ്തിട്ട് നൂല് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എടുക്കാം. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ നൂലിനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കിതിന് അതിൻ്റെ ആ തുമ്പേ പിടിച്ചൊന്ന് വലിച്ചാൽ നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ ഇങ്ങോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ മൂവ് വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഓരോന്നും ഡിസൈൻ ചെയ്തെടുക്കാവേ. ഇത് ഓരോ കളത്തിൽ കൂടെയും നമ്മളിങ്ങനെ ഇട്ടാൽ മതി. ഫസ്റ്റ് കെട്ടുമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ലാസ്റ്റ് വരുമ്പോഴാണ് ഇത് രണ്ടും കൂടി കെട്ടിയിടുന്നത്. അപ്പോൾ കുറച്ച് തുമ്പ് അവിടെ ഇട്ടാൽ മതി. ഓരോ കളത്തിൽ കൂടെയും ഇതിൻ്റെ എഡ്ജ് പോർഷൻ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ കോർണർ എത്തുമ്പോൾ നമുക്കവിടെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. കണ്ടോ, 5 കളം വെച്ചിട്ട് എണ്ണിയിട്ട് ഞാനവിടെ 5ാമത്തെ കളത്തിൽ നമ്മളവിടെ കുത്തുവാണേ. അപ്പോൾ അപ്പുറത്തോട്ടും 5 ഇപ്പുറത്തോട്ടും 5 ഈ 5 ലൈനിൽ കുത്തിയെടുത്താൽ നമുക്ക് ഒരു ഡിസൈൻ ആവും. അവിടെ 4 കോർണറിലും ഇതുപോലെ ചെയ്തെടുത്ത് ഓരോ പീസും നമുക്കങ്ങനെ ചെയ്തെടുക്കാവേ. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഇത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. എല്ലാ മൂലയും അതുപോലെ ചെയ്താൽ മതി.
ചെറുതായിട്ട് അവിടെ ഒന്ന് ഫ്ലോപ്പായി പോയിട്ടോ. സൂചി ഞാൻ ഇപ്പുറത്തൂടെ കുത്തേണ്ടത് അപ്പുറത്തൂടെ കുത്തിയെടുത്തേ, കുഴപ്പമില്ല, നമുക്കത് ശരിയാക്കി എടുക്കാം. ഇനി നമുക്കിതിൻ്റെ പിടിയാണേ, ഇതിൻ്റെ പിടി നമുക്കിരുന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 15 കളം നമുക്കിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അവിടെ ചെറിയൊരു 3 കളത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. 3 കളം വെച്ചിട്ട്, നേരത്തെ നമ്മൾ 5 വെച്ചിട്ടല്ലേ ചെയ്തത്, അപ്പോൾ ഒരു 3 വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതെൻ്റെ ഉണ്ണി വാവകളും കൂടി എന്നോട് അമ്മേ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ. ഇതിലുകൊണ്ട് ഡിസൈനൊക്കെ പല വ്യത്യാസമുണ്ടേ. വീണ്ടും നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡിസൈൻ ചെയ്ത് ഇത് ഫുള്ളാക്കി എടുക്കാം കേട്ടോ. എൻ്റെ ഡിസൈനൊക്കെ പല വലുപ്പത്തിലാണേ. ഇനി ഇതിൻ്റെ റൗണ്ട് ഷേപ്പാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. ഇത് 1.5 കളം ഇടവിട്ട് നമുക്കത് തുന്നിയെടുക്കാം. ഇതൊരു ഇൻറ്റു പോലെ ഇട്ടിട്ടാണ് ഇത് ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം കേട്ടോ. ഇതെൻ്റെ മാത്രം ഒരു ഐഡിയ ആണേ. ഒന്നര കളം വെച്ച് നമുക്കിത് ഉണ്ടാക്കാം. ഇതങ്ങ് വരെ ചെയ്തിട്ട് വീണ്ടും തിരിച്ചിവിടുന്ന് ഞാൻ ഇങ്ങോട്ട് എത്തിച്ചാ. തിരിച്ചവിടുന്ന് ആ ഗ്യാപ്പുള്ള കളത്തിൽ കൂടെ നമ്മൾ വീണ്ടും കുത്തിയെടുക്കുമ്പോൾ അതൊരു ഇൻറ്റു മാർക്കായിട്ട് വരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഫുള്ള് നമുക്ക് താഴെയും മുകളിലുമായിട്ട് ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. ഡിസൈൻ ചെയ്തെടുത്ത ഈ പെറ്റൽസിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത ഓരോന്നും കോർണർ ടു കോർണർ വെച്ച് കെട്ടിയെടുക്കുവാണേ. രണ്ട് കോർണറും കൂടി കെട്ടി യോജിപ്പിക്കണേ. എല്ലാ
പെറ്റൽസ് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമ്മുടെ റൗണ്ട് ഷേപ്പിലോട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിതെല്ലാം എല്ലാ പെറ്റൽസും കൂടെ കെട്ടിയിട്ട് നമുക്ക് ബേസിലോട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്കത് കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാം മൊത്തത്തിൽ ഞാനിത് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പിടി അതിനകത്തോട്ട് ആ പെറ്റൽസിൻ്റെ ഇടയിലോട്ട് വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കാം. ഇത് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശം കൂടി ഒന്ന് കെട്ടിയെടുക്കണേ. അപ്പോൾ നമ്മുടെ പൂക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ വയ്ക്കാൻ ഒരു കാർഡ്ബോർഡ് പീസ്, ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കാവേ. കട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ ഉള്ളിലോട്ടങ്ങ് കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പശ വെച്ച് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാം. ഇപ്പം ഞാൻ ചുമ്മാ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പൂക്കട്ട റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.